അറിയില്ലായ്മ ഒരു ക്രൈം അല്ലല്ലോ. നീ ചിരിക്കണ്ട, നീ ചിരിക്കാറാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. അല്ലേ വലിയ രീതിയിലുള്ള ഫണ്ട് തിരിമറി നടന്നു. ബിജെപി നേതാക്കൾക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. എനിക്ക് അറിയില്ലല്ലോ വിഷയം. ഡീറ്റെയിൽസ് അറിയില്ലേ? അയ്യോ പാവം. എന്റെ പൊന്നു ദൈവമേ, സാറിനൊന്നും അറിയില്ല. എന്ത് ചോദിച്ചാലും അറിയില്ല. സാറിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധനവുണ്ടാവുന്നില്ലല്ലോ. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ. എന്താ ചേട്ടാ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. പിന്നെ സാറിനറിയാവുന്ന വേറൊരു കാര്യമുണ്ട്, വിഷം തുപ്പല്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കിയേ. നിങ്ങൾ സാവരിയ ബസന്ത് എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ഒരു പെൺകുട്ടി അവിടെ തലക്കടിച്ച് കൊലപ്പെടുത്തപ്പെട്ടു. അവിടെ മതപരിവർത്തന ശ്രമം നടന്നു. ഇതിനെ അപലപിക്കാൻ എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവാത്തത്? ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയും കിട്ടണം. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ വിഷം തുപ്പുന്നത് അതത്ര നല്ലതല്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കമന്റ് ചെയ്യണേ. പുള്ളി പറയുന്ന അവസാനത്തെ കാര്യം നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഡൽഹിയിൽ ആ പരിപാടിയിലില്ലായിരുന്നു. പിന്നെ നീ ചിരിക്കണ്ട, നീ ചിരിക്കാറാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. ഞാൻ പറയട്ടെ, ആ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. എല്ലാ പ്രസംഗവും ഞാൻ ഇവിടെ ഇരുന്നിട്ട് കേൾക്കില്ലല്ലോ. ഞാൻ കഴക്കൂട്ടത്തെ MLA. ഞാൻ അറിയാത്ത കാര്യം മനുഷ്യൻ അറിയില്ലായ്മ ഒരു ക്രൈം അല്ലല്ലോ. എന്താ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്? ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. അറിയാത്ത കാര്യങ്ങൾ പറയുന്നത്. പുള്ളി ഇതിനോട് പറഞ്ഞതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. എന്താണെങ്കിലും അറിവില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ വിവരക്കേട് അത് തെറ്റ് തന്നെ. എന്താണെങ്കിലും പുള്ളിയുടെ മൊത്തം പെർഫോമൻസ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താ ഈ സീനാണ്. ജനപ്രതിനിധി പെറ്റമ്മ കുത്താൻ മടിക്കും മകന്റെ ചിഹ്നത്തിൽ. അങ്ങനെ ഒരു വങ്കൻ എതിർ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതാ നാട്ടുകാരുടെ ഗതികേട്. ചുണയുണ്ടോ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇനിയൊന്ന് കാലുകുത്താൻ? തിരുമുഖത്തെ എതിരേൽക്കാൻ നാട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ട് ചൂലൻ ചാണകവെള്ളവുമായി.